ഏത് നശിച്ച സമയത്താണോ ആ ഇബിലീസിന് ഇവിടെ സ്ഥലം മാറ്റം വാങ്ങി വരാൻ തോന്നിയത്? ആ ദ്രോഹി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. സഹായിക്കാനാണെന്ന് പറഞ്ഞ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി എന്റെ അണ്ണന്റെ കയ്യും മുറിച്ചു വിട്ടു. എന്നാലും വാസുവണ്ണന്റെ ഈ കുത്തിയിരിപ്പ് കാണുമ്പോ എന്റെ ചങ്കു പൊട്ടിപ്പോകുന്നു. വാസുവണ്ണന് ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ ജോലി ചെയ്ത് വാസുവണ്ണനെ രക്ഷിക്കും. എണീക്കടാ, എണീക്കാൻ. നീ എന്താ പറഞ്ഞത്? വാസുവണ്ണനെ രക്ഷിക്കുമെന്നു? അതായത് നീയൊക്കെ എനിക്ക് ഭിക്ഷ തരുമെന്ന്? നിന്റെയൊക്കെ ഓശാരം വാങ്ങാൻ എന്റെ പട്ടി വരൂടാ. ഓടാവിടുന്ന് പോരാവുന്നേ. അവന്മാരുടെ ഒരു സഹതാപം. എനിക്കും എന്റെ ജാനുവിനും വേണ്ടി പണിയെടുക്കാൻ ഒരു കൈ എനിക്ക് ധാരാളം മതി. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങിയാ മതിയോ? നീയല്ലേ ഇതിനെല്ലാം കാരണം. എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരെണ്ണം ജനിച്ചല്ലോ ഭഗവാനെ. അങ്ങോട്ട് നോക്ക്, ഒരു രണ്ട് കാര്യം നടന്നു വരുന്നു. ആരാ അത്? ഈറ്റ പൊതിയുന്നത് ഉള്ളിലെ ആളുകൾ കൂടിയിരിക്കുന്നത്. അയ്യോ അമ്മേ, കമൽഹാസനെ പോലെ ഇരിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ആക്ടറാ. ചെറുതാലെന്ത് വലുതാലെന്ത്, ആക്ടർ ആക്ടർ തന്നല്ലേ. ഇവിടെ ഓട്സ് കിട്ടുമോ? ഒരു ഫർലോങ് അങ്ങോട്ട് പോയാൽ ഒന്നാന്തര ഓട് ഇഷ്ടിയം കിട്ടും. കൺട്രികൾ വൈറ്റ് ഓട്സ് കുടിക്കുന്നത്. ആ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ ഒന്നാന്തരം മാറ്റിയാരാൻ കിട്ടും. സാർ, ഇവിടെ സ്പെഷ്യൽ ടീ ഉണ്ട്. സ്പെഷ്യൽ ആണോ? ആ, എന്നാ ഒരു ഗ്ലാസ് നോക്കാം. അമ്മ ഒന്ന് വേഗം എടുക്ക്. സാർ ഏതൊക്കെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? 200 പടം കഴിഞ്ഞു. എന്റെ ഭഗവതി, 200 പടവും. സ്വാമി അയ്യപ്പനിൽ അഭിനയിച്ചിട്ടുണ്ടോ? കൊള്ളാം, പിന്നില്ലേ സ്വാമി അയ്യപ്പനിൽ ബേബി സുമതി ഒരു പാട്ട് പാടുന്നില്ലേ? തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. ആ പാട്ടിന്റെ ആ സമയത്ത് 10 പേർ തൊഴുതു നിൽക്കുന്നതിൽ മൂന്നാമത് നിൽക്കുന്നത് ഞാനാ. അയ്യോ, സ്വാമിയപ്പൻ ഞാൻ 10 പ്രാവശ്യം കണ്ടു. അല്ല സാറേ, ഈ സിനിമയിൽ അഭിനയിച്ചാലേ ഒത്തിരി രൂപ കിട്ടുമോ? ഞാനിപ്പോഴൊരു പടം 50,000 രൂപയ്ക്ക് സൈൻ ചെയ്തതേ ഉള്ളൂ. 50,000? എടീ, നോയിക്കൊണ്ട് നിൽക്കുന്നു. സാറിനെ വാഴക്കപ്പെടുത്തു കൊടുക്ക. വാസുവിന് ഇപ്പോഴെങ്ങനെയുണ്ട്? അകത്തുണ്ട്, വിളിക്കാം. ഉപദ്രവിക്കണ്ട ജാനു. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ തികച്ചും നിരപരാധിയാണ്. സാറിനെ പറ്റി ഞങ്ങൾക്കറിയാം. ഇല്ല, വാസുവിന് എന്നെ ഒട്ടും അറിയില്ല. ജാനുവെങ്കിലും എന്നെ മനസ്സിലാക്കണം. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ആഹാ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. കൊള്ളാം. ഞാൻ വാസുവണ്ണനോടൊരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? ഞാൻ സ്വന്തമായിട്ടൊരു മുറുക്കാൻ കട തുടങ്ങി. ആ, എവിടെ? നമ്മുടെ പങ്കിയക്കന്റെ ചായക്കടയുടെ അടുത്താ. ഞാൻ പുറത്തു പോയി തുടങ്ങട്ടെ, പിന്നീട് വരാം.
അപ്പൊ ഞാൻ പോട്ടെ. നീ നന്നായി വരും. ചേട്ടാ ഇതൊന്ന് പിടിച്ചു തന്നേ. ഇവിടെ ആരാ സിഗരറ്റ് വലിക്കുന്നത്? ശീലു, ശീലു. ചേട്ടൻ എപ്പോഴാ വന്നത്? ഞാൻ കണ്ടതേ ഇല്ലല്ലോ. ഞാൻ ഇട്ടോളാം, നീ വെക്കോ. മാറിക്ക്, ഞാൻ ഈ പാന്റ് ഇട്ടോട്ടെ. എന്തിനാ ഈ പങ്കപ്പാട് പെടുന്നത്? ബട്ടൺ ഞാൻ ഇട്ട് തരാം. ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ ഒറ്റ കൈയും വെച്ചാൽ കാണിച്ച കാര്യം നടക്കൂ. ആ മതി മതി, ഇവിടെ. ഈ പാന്റിന്റെ ബട്ടൺ ഞാൻ ഇട്ട് തന്നാൽ എന്താ? മാനം പൊട്ടി വീഴുമോ? ഇതുകൊണ്ടൊന്നും തീരുന്നില്ല സാറേ. ഒരുപാട് കാര്യങ്ങൾക്ക് ഇനിയും ഒരാളുടെ സഹായം കൂടിയേ കഴിയും. ആ സഹായമൊക്കെ ഒരു ഭാര്യയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ കേക്ക്, വേഗം ഒരു കല്യാണം കഴിക്കും. ജാനു, ഞാൻ പോയടി. ജാനു, ഞാൻ ഓഫീസ് വരെ പോകുന്നു. എഞ്ചിനീയർ സാർ ആള് പറഞ്ഞയച്ചിരുന്നു. ചിലപ്പോ ഡ്യൂട്ടിക്ക് ചേരാൻ പറയാനായിരിക്കും. ശരി ഏട്ടാ. പോട്ടെ. പറണം ചട്ടമ്പി സാറേ, എഞ്ചിനീയർ സാർ വിളിക്കുന്നു. ചെല്ലടാ. വരുവാസു, ഇരിക്കൂ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. നെവർ മൈൻഡ്, ഇരിക്കൂ. ഇപ്പോൾ അസുഖമൊന്നുമില്ലല്ലോ? വേറെ അസുഖമൊന്നുമില്ല സാർ. ഞാൻ എത്ര ശ്രമിച്ചാലും വാസുവിന് എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറുമെന്ന് തോന്നില്ല. എങ്കിലും പറയേണ്ടത് എന്റെ ധർമ്മമാണല്ലോ. വാസു, ഞാൻ വാസുവിന് വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോട് വളരെയേറെ വാദിച്ചു നോക്കി. പക്ഷേ സാർ, എന്റെ ശുപാർശ അവർ സ്വീകരിച്ചില്ല. അതായത് വാസുവിന് ഈ പരിതസ്ഥിതിയിൽ ജോലിയിൽ തുടരാനാവില്ല. ഐ ആം സോറി. കൊള്ളാം സാർ. അങ്ങനെ അവസാന യുദ്ധത്തിൽ നിങ്ങൾ തന്നെ ജയിച്ചു. എന്നോടുള്ള പക മുഴുവൻ മനസ്സിൽ കൊണ്ടു നടന്ന് തക്കം വന്നപ്പോ പകരം വീട്ടി. വാസു, ദയവിത് ഇങ്ങനൊന്നും പറയരുത്. ഞാൻ അത്രക്കാരനല്ല. ഞാൻ ഒരിക്കലും വാസുവിന്റെ ശത്രുവായിരുന്നില്ല, ഇനിയൊട്ടാവുകയുമില്ല. എന്നെ വിശ്വസിക്കൂ. സാരമില്ല സാർ. 2 കൈയും 2 കാലും പോയാലും ശരി, ഈ വാസു ജീവിക്കും. ഇവൻ മഹാ ചീത്തയാണ് സാർ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർ. വളരെ നന്ദി. സാറിന് ഞാൻ ഒരിക്കലും മറക്കില്ല. ചേട്ടാ, ചേട്ടന്റെ ജോലി നഷ്ടപ്പെട്ടല്ലേ ഉള്ളൂ, എന്നെ നഷ്ടപ്പെട്ടില്ലല്ലോ. ചേട്ടൻ എപ്പോഴും പറയാറില്ലേ ചേട്ടന്റെ വലിയ സ്വത്ത് ഞാനാണെന്ന്.
വരൂ ഏട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. കൂട്ടത്തിൽ ആണാപ്രധാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടാ ഈ പെണ്ണിനോട് മത്സരിച്ച് ജയിക്കും. തോറ്റുപോയാലുണ്ടല്ലോ കളിയാക്കി ചിറ്റന്റെ ഒക്കെ വായിൽ വയ്ക്കോല് കുത്തിയേറ്റാ. മാറി കേട്ടാ, മാറി നിൽക്കാൻ. ഇപ്പോൾ എവിടെ പോയടാ നിന്റെയൊക്കെ ചിരി? ഈ മനുഷ്യനെ നോക്കി ചിരിച്ച തെണ്ടികളെ നിങ്ങളോടാണ് ചോദിച്ചത്. നട്ടലില്ലാത്ത നാറികള്. പോടാ.